മക്കളെ, ഇന്ന് നമുക്ക് പരി ലഡ്കി എന്ന കഹാനി നോക്കാം. ലോറി ബി ഫ്രീഡ്മാൻ ആണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഇത് തർജ്ജമ ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. പരി ലഡ്കി എന്നാൽ മാലാഖ പെൺകുട്ടി എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത് വേർപാടിൻ്റെയും പീഡനങ്ങളുടെയും കഥയാണ്. യുദ്ധത്തിനോടനുബന്ധിച്ച് അനുഭവിക്കുന്ന ജീവിതം, അതായത് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ തടങ്കൽ ജീവിതം, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു കഥയാണ് ഈ പരി ലഡ്കി എന്ന കഹാനി. ഇതിലെ പ്രധാന കഥാപാത്രം ഹർമൻ എന്ന 11 വയസ്സായ കുട്ടിയാണ്. തടവിൽ കഴിയുന്നതിനിടയിൽ അവൻ പരി ലഡ്കി എന്ന ഒരു പെൺകുട്ടിയുമായിട്ട്, ഒരു മാലാഖ പെൺകുട്ടിയുമായിട്ട് പരിചയത്തിലാകുന്നതാണ് കഥ. അതായത് അമ്മയെ എന്നേക്കുമായിട്ട് പിരിഞ്ഞിട്ട് കാരാഗ്രഹത്തിൽ കഴിയുന്ന കുട്ടിയാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഹർമൻ എന്ന 11 വയസ്സുകാരൻ. അപ്പോൾ നമുക്ക് നോക്കാം. മഹിളായെ ബച്ചെ ദായി ഓർ, പുരുഷ് ബായി ഓർ, യുദ്ധത്തിൻ്റെ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. മഹിളായെ ബച്ചെ, സ്ത്രീകളും കുട്ടികളും, ബായി ഓർ, സ്ത്രീകളും കുട്ടികളും വലതുവശത്ത്, ബായി പറഞ്ഞ വലത്, സ്ത്രീകളും കുട്ടികളും വലതുവശത്തും പുരുഷന്മാർ ഇടതുവശത്തും. ബായിം എന്ന് പറഞ്ഞാൽ ഇടത്, ദായിം വലത്, ബായിം ഇടത്. ജൂത്തെ ബജ്നെ ലഗി, ബൂട്ടുകൾ ശബ്ദിച്ചു. ബന്ദൂക്കേം തനിനെ ലഗി, തോക്കുകൾ ശബ്ദിക്കുന്നു. ആദേശ് ജാരി കിയേ ഗയെ, ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ചീക്കേം ഊപ്പർ ഉടി ആർ ഡണ്ടി സുബഹ് കി ഹവാ കെ ദുയേം കെ ഗുബാർ കി തരഹ് ഗായബ് ഹോഗി. ചീക്കേം എന്ന് പറഞ്ഞാൽ നിലവിളികൾ. ഊപ്പർ ഉടി പറഞ്ഞാൽ മുകളിലേക്ക് ഉയരുക. ഡണ്ടി സുബഹ് തണുത്ത പ്രഭാതം. ഹവാമേം, ദുയേം കെ ഗുബാർ, ദുയേം കെ ഗുബാർ കാറ്റിൽ ഉയരുന്ന പുക എന്നാണ് ദുയേം കെ ഗുബാർ എന്ന് പറഞ്ഞാൽ. കാറ്റിൽ ഉയരുന്ന പുക പോലെ, തരഹ് എന്ന് പറഞ്ഞാൽ പോലെ, കാറ്റിൽ ഉയരുന്ന പുക പോലെ. ഗായബ് ഹോഗയി, ഗായബ് ഹോ എന്നാണ് നഷ്ടമാവുക, അപ്രത്യക്ഷമാകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം നമുക്ക് നോക്കാം. തണുത്ത പ്രഭാത വായുവിലേക്ക് പുക ഉയരുന്നത് പോലെ നിലവിളികൾ ഉയർന്ന് മറഞ്ഞു. मैं अपनी उम्र के हिसाब से काफी ऊंचा था, लेकिन फिर भी मैं 11 साल का एक लड़का था. मैं अपनी उम्र के हिसाब से, ഞാൻ എൻ്റെ പ്രായത്തിനനുസരിച്ച്, ഉമ്ര കെ ഹിസാബ് സെ എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ച്, കാഫി ഊഞ്ചാത നല്ല നീളമുള്ള കുട്ടിയായിരുന്നു. ലേക്കിൻ ഫിർ ബി മേ 11 സാൽ കാ ഏക് ലഡ്കാ താ, പക്ഷേ എന്നാലും ഞാൻ കേവലം 11 വയസ്സ് മാത്രം പ്രായമുള്ള, 11 സാൽ കാ 11 വയസ്സ് മാത്രം പ്രായമുള്ള ഏക് ലഡ്കാ താ, ഒരു ആൺകുട്ടിയായിരുന്നു. എനിക്ക് എത്ര വയസ്സാണ് ആ സമയത്ത് എന്നാ പറയുന്നത്? 11 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, പക്ഷേ 11 വയസ്സിനേക്കാൾ നല്ല നീളമുണ്ടായിരുന്നു എനിക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. मैं अपनी माँ के पतले शरीर से लिपट गया, ഞാൻ എൻ്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്നു നിന്നു. ലിപ്പട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക, പറ്റിച്ചേർന്ന് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. കെട്ടിപ്പിടിച്ചിങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുക. മാം മേ തുമാരെ സാത്ത് ഹി ചലൂങ്ക, അമ്മേ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരാം, ഞാൻ നിങ്ങളോടൊപ്പം പോരും എന്ന് പറയാണ് കുട്ടി. മേ ഫുസ്ഫുസായ, ഞാൻ പിറുപിറുത്തു. पर माम ने मुझे अपने बड़े भाइयों की ओर धकेल दिया, പക്ഷേ അമ്മ എന്നെ എൻ്റെ മൂത്ത സഹോദരന്മാർക്കൊപ്പം, ബഡേ ഭായോ എന്ന് പറഞ്ഞാൽ മുതിർന്ന സഹോദരന്മാർ, മൂത്ത സഹോദരന്മാർക്കൊപ്പം ദക്കേൽ ദിയ, തള്ളിവിട്ടു. ദക്കേൽ എന്ന് പറഞ്ഞാൽ ഉന്തുക, തള്ളുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ദക്കേലിന്. അപ്പം എന്താണ് ചെയ്തത്? അമ്മ ചേട്ടന്മാർക്കൊപ്പം അവനെ തള്ളിവിട്ടു. और वो गुद एक गुली ट्रेन की बोगी की और चल पड़ी. എന്നിട്ട് वो അവർ, അതായത് അമ്മ, ഗുദ് ഏക്ക് ഗുലി ട്രെയിൻ കി ബോഗി കി ഓർ ചൽ പടി, സ്വയം ഒരു തുറന്ന ട്രെയിനിൻ്റെ
ബോഗിക്ക് നേരെ നടന്നു. ചൽപടി നടന്നു. ആംഗെ ആഗേക്ക് ഓർ കണ്ണുകൾ മുന്നോട്ട്. ശരീർ അകടാ ഹുവ ശരീർ അകടാ ഹുവ ഉറച്ച ശരീരത്തോടെ. സിർ ഊഞ്ച തല ഉയർത്തിപ്പിടിച്ച് അമ്മ ബോഗിക്ക് നേരെ നടന്ന് പോവുകയാണ്. ഹർമൻ മാംനെ കഹ പോകുന്നതിനിടയ്ക്ക് അമ്മ പറയാണ്, ഹർമൻ അബ് സമയ ആ ഗയാ ഹേ കി തുമാരെ ഏക് ആത്മീ ബൻനെ കാ. എന്താണ് അമ്മ പറയുന്നത്? നിനക്ക് ഒരു പുരുഷനാകാൻ സമയമായി എന്ന് അമ്മ പറയുകയാണ്. അബ് സമയ ആ ഗയാ ഹേ ഇപ്പോൾ സമയമായിരിക്കുന്നു. കി എന്തെന്നാൽ എന്തിനുള്ള സമയമായിരിക്കും എന്നാണ് അമ്മ പറയുന്നത്? തുമാരെ ഏക്ക് ആത്മീയ ബനനേക്ക നിനക്ക് ഒരു പുരുഷനാകാനുള്ള, അതായത് നിനക്കൊരു പുരുഷനാകാനുള്ള സമയമായിരിക്കുന്നു എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ആരാണ് കഥാപാത്രം എന്ന പേര് നമുക്ക് കിട്ടി. എന്താണ് കഥാപാത്രത്തിന്റെ പേര്? ഹർമൻ എന്നാണ്. പ്രായം അതുപോലെ ഇവിടെ പറഞ്ഞു 11 വയസ്സാണ്, എങ്കിലും അതിനേക്കാൾ കൂടുതൽ നീളമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വയസ്സ് പറഞ്ഞു. എത്രയാണ്? 11 വയസ്സ്. ഹർമൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. വഹ് ആഖിരി ബാർദ ജബ് മേനെ അപ്നി മാം കോ ദേഖാ. എന്താണ് പറയുന്നത്? ആ അമ്മയെ കണ്ട അവസാന നിമിഷമായിരുന്നു അത് എന്നാണ് ഹർമൻ പറയുന്നത്. അന്നായിരുന്നു ഞാൻ എൻ്റെ അമ്മയെ അവസാനമായി കണ്ടത്. വഹ് ആഖിരി ബാർ. ആഖിരി പറഞ്ഞ അവസാന സമയം. ആഖിരി ബാർ. ജബ് മേനെ അപ്പനി മാം കോ ദേഖാ. ജബ് പറഞ്ഞ എപ്പോൾ, എപ്പോഴാണോ ഞാൻ അപ്പനി മാം എൻ്റെ അമ്മയെ കണ്ടത് അത് അവസാന സമയമാണ്. അതായത് അന്നായിരുന്നു ഞാൻ എൻ്റെ അമ്മയെ അവസാനമായിട്ട് കണ്ടത്. അന്ന് കണ്ടതാണ് അമ്മയെ. പിന്നെ ഹർമൻ അമ്മയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ് രഹി ഥി. ട്രെയിൻ മുझे ले गई. ജബ് മേരി ബാരി ആയി എപ്പോഴാണോ, ജബ് പറഞ്ഞ എപ്പോൾ, എപ്പോഴാണോ മേരി ബാരി പറഞ്ഞ എൻ്റെ ഊഴം, എൻ്റെ അവസരം ആയി വന്നത്, എപ്പോഴാണോ എനിക്ക് അവസരം വന്നത്, തോ എങ്കിൽ മേരി ട്രെയിൻ തേസീസെ ആകെ ബഡ് രഹി ഥി എൻ്റെ ട്രെയിന് സ്പീഡിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ട്രെയിൻ മുझे ले गई ട്രെയിൻ എന്നെയും കൊണ്ട് പോയി. അതായത് എൻ്റെ ഊഴം വന്നപ്പോൾ എൻ്റെ ട്രെയിൻ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. ട്രെയിൻ എന്നെ കൊണ്ടുപോയി. ഗർമി ശരീർ ചൂട് പിടിച്ച ശരീരം. ഗർമി ആംസു അതുപോലെ തന്നെ ചൂടുള്ള കണ്ണുനീർ, കണ്ണുനീരും ചൂടുള്ള ശരീരവും. മുझे ജക്കഡ് രഹേദേ എന്നെ എന്താ പറയാ വരിഞ്ഞു മുറുക്കുക എന്ന് പറയും. ജക്കഡിന പറഞ്ഞാല് മുझे ജക്കഡ് രഹേദേ എന്നെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. മേരാ ദിമാഗ് ശബ്ദോം സെ ബർ ഗയാ എൻ്റെ മനസ്സ് ശബ്ദോം സെ വാക്കുകളാൽ ബർ ഗയാ നിറഞ്ഞിരുന്നു. പറഞ്ഞ നിറയുക, അതായത് എൻ്റെ മനസ്സ് വാക്കുകളാൽ നിറഞ്ഞിരുന്നു. മാം അമ്മേ, മേം കഹാം ജാ രഹാ ഹൂ മാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ. മുझे ക്യാ കർണ ഹേ മാം ഞാൻ എന്തു ചെയ്യണം അമ്മേ. ഇതൊക്കെയാണ് ആ കുട്ടിയുടെ മനസ്സിലുള്ള വാക്കുകൾ. ആ കുട്ടി ആദ്യമായിട്ട് ഒന്നും അറിയാതെ, എങ്ങോട്ടാണെന്നറിയാതെ ട്രെയിനിൽ ആരൊക്കെയോ കൂടെ എങ്ങോട്ടൊക്കെയോ പോവുകയാണല്ലേ. അപ്പൊ എന്താണ് ഏതാണ് ഒന്നും അതിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ കുട്ടി പറയുകയാണ്, അമ്മേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. മുझे ക്യാ കർണ ഹേ മാം ഞാൻ എന്തു ചെയ്യണം അമ്മേ. മേരി ദേഖ്ഭാൽ കോൻ കരേഗാ മാം എന്നെ ആര് നോക്കും അമ്മേ. ദേഖ്ഭാൽ കർണ പറഞ്ഞാല് സംരക്ഷിക്കുക. എന്നെ ആരാണ് സംരക്ഷിക്കുന്നത്, എന്നെ ആരാണ് നോക്കുന്നത് അമ്മേ. മേനെ ഇന്തസാർ കിയാ അപ്പനി മാം കെ ജവാബ് കാ ഇന്തസാർ കിയ ഞാൻ കാത്തിരുന്നു, ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. മനസ്സിലിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ കുട്ടി പ്രതീക്ഷയോടെ കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? അമ്മയുടെ മറുപടിക്ക് വേണ്ടി. അപ്പനി മാം കെ ജവാബ് കാ ഇന്തസാർ കിയ ഞാൻ എൻ്റെ അമ്മയുടെ മറുപടിക്കായി കാതുകൾ കൂർപ്പിച്ച് ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തുനിന്നു. എൻ്റെ അമ്മയുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തുനിന്നു. ഇന്തസാർ കർണ പറഞ്ഞാൽ പ്രതീക്ഷയോടെ നിൽക്കുക, പ്രതീക്ഷിച്ചു നിന്നു. ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നെ മേരി ബാഹ് പക്കടി ട്രെയിൻ നിർത്തിയപ്പോൾ ജബ് ട്രെയിൻ രുക്കി തോ
ട്രെയിൻ നിർത്തിയപ്പോൾ ഗാർഡിനെ മേരി ബാഗ് പക്കടി. ഗാർഡ് എൻ്റെ കൈ പിടിച്ചു. മേരി ബാഗ് പറഞ്ഞ എൻ്റെ കൈ, പക്കടി പിടിച്ചു. ഉസ്നെ മുझे അന്ധേരെ മേ ഉതാർ ദിയ. അയാൾ എന്നെ ഇരുട്ടിലേക്ക് ഇറക്കി വിട്ടു. ഉദാഹരണ പറഞ്ഞ ഇറക്കുക, ഉദാർ ദിയ ഇറക്കി വിട്ടു. രാത് കി ഹവാ മേ ഗോലിയോം കി ആവാസ് ഗൂഞ്ജനെ ലഗി. രാത്രിയിലെ വായുവിൽ വെടിയൊച്ചയുടെ ശബ്ദം പ്രതിധ്വനിച്ചു. വെടിയൊച്ച അങ്ങനെ കേൾക്കുന്നുണ്ട്. ഗൂഞ്ജന പറഞ്ഞ മുഴങ്ങുക, പ്രതിധ്വനിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. വെടിയൊച്ച മുഴങ്ങുന്നു. ഗോലിയാം ഹവാമേ, ഗോലിയാം പറഞ്ഞ വെടിയൊച്ച. ഗോലിയാം കി ആവാസ്, ആവാസ് പറഞ്ഞ ശബ്ദം കേട്ടോ. ഗോലിയാം പറഞ്ഞാല് വെടിയുണ്ടകളാണ് ഗോലിയാം. ഗോലിയാം കി ആവാസ് വെടി ശബ്ദം, അതായത് വെടിയൊച്ച കേൾക്കുകയാണ്. രാത്രിയിൽ ഇങ്ങനെ വെടിയൊച്ച അങ്ങനെ കേൾക്കുന്നു. മേരെ കപ്പടെ ഉധാർ ദിയേ ഗയേ ആർ മേരി തലാശി ലീ ഗയി. എൻ്റെ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു. മേരി തലാശി, എന്നെ പരിശോധിച്ചു. മുझे ഏക് യൂണിഫോം ഓർ കാം സോംബാദിയ. എനിക്ക് ഒരു യൂണിഫോമും ഒരു ജോലിയും നൽകി. മുझे ഏക് യൂണിഫോം, എനിക്കൊരു യൂണിഫോമും അതുപോലെ തന്നെ കാം സൗംബാഗയ, ഒരു ജോലിയും എന്നെ ഏൽപ്പിച്ചു. സൗംബന പറഞ്ഞ ഏൽപ്പിക്കുക. ഒരു ജോലിയും ഏൽപ്പിച്ചു, ഒരു യൂണിഫോമും കൊടുത്തു അല്ലെ. ഒരു യൂണിഫോം കൊടുത്തിട്ട് ഒരു ജോലി ആരെ ഏൽപ്പിച്ചു? ഹർമനെ ഏൽപ്പിച്ചു. बैरक में जाओ, एक गार्ड चिल्लाया. मेरे पैर आगे बढ़े, मेरा शरीर आंसुओं से भर गया. मेरे चारों ओर छवियां घूम रही थी. बैरक में जाओ, ബാരക്കിലേക്ക് പോകൂ എന്ന് ഏക് ഗാർഡ് ചില്ലായ, ഒരു ഗാർഡ് അലറിക്കൊണ്ട് പറയാണ്. അലറി ബാരക്കിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. മേനെ പയർ ആകെ ബെഡെ, ഞാൻ എൻ്റെ കാലുകൾ മുന്നോട്ട് നീക്കി, അതായത് ഞാൻ മുന്നോട്ടേക്ക്. മേരെ പയർ ആകെ ബെഡെ, എൻ്റെ കാലുകൾ ഞാൻ മുന്നോട്ട് വെച്ചു. മേരാ ശരീർ ആംസുओं से भर गया, എൻ്റെ ശരീരം കണ്ണുനീർ കൊണ്ട് ഭർ ഗയ, നിറഞ്ഞു, അതായത് ശരീരം ആകെ കണ്ണുനീരാണ്. മേരെ ചാരോം ഓർ ചവിയാം ഗൂം രഹീദി, എൻ്റെ ചുറ്റിലും ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു. മേരെ ചാരോം ഓർ പറഞ്ഞാൽ ചുറ്റിലും, എൻ്റെ ചുറ്റിലും. ചവിയാം പറഞ്ഞാല് ചിത്രങ്ങൾ, തിളങ്ങുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. മിന്നിമറയുക എന്നൊക്കെയുള്ള അർത്ഥം. ചവിയാം ഗൂം രഹീദി, ചിത്രങ്ങൾ എന്തായിട്ടുണ്ടായിരുന്നു? മിന്നിമറഞ്ഞിട്ടുണ്ടായിരുന്നു. മേരി മാം ഗാന ബനാ രഹീദി, എന്തൊക്കെ ചിത്രമാണ് ഈ 11 വയസ്സുകാരന്റെ മനസ്സിലൂടെ പോകുന്നത്? മേരി മാം ഗാന ബനാ രഹീദി, എൻ്റെ അമ്മ പാചകം ചെയ്യുന്നു. മേരെ പിതാ പിയാനോ ബജാ രഹേദേ, എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുകയാണ്? പിയാനോ വായിക്കുകയായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. മേരാ കുത്താ മേരി ബഗൾ മേ ലിബട്ടാ ഹുവാദാ, എൻ്റെ നായ എൻ്റെ അരികിൽ പറ്റിച്ചേർന്ന് ചുരുണ്ടുകൂടി കിടക്കുന്നു. മേരെ ബഗൾമേം എന്ന് പറഞ്ഞാൽ എൻ്റെ അരികിലായിട്ട്, ലിബട്ടാ ഹുവ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. നായ അരികിലായിട്ട് പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോവാൻ തുടങ്ങി. മേനെ അപ്പനെ ബായിക്കോ കസുക്കർ പക്കഡ് ലിയ, ഞാൻ എൻ്റെ ചേട്ടനെ മുറുകെ പിടിച്ചു. കസുക്കർ പക്കഡ് ലിയ, കസുക്കർ പക്കഡ് എന്ന് പറഞ്ഞാല് എന്താണ്? വരിഞ്ഞ് മുറുക്കി പിടിക്കുക എന്നുള്ള അർത്ഥം. ഇറുകെ പിടിക്കുക എന്ന് പറയും. मैं घर जाना चाहता हूँ, मेरे भाई ने जवाब दिया. उसकी आवाज पतली सपाट थी. अब यही घर है. मैं घर जाना चाहता हूँ, ചേട്ടനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്താണ് കുട്ടി പറയുന്നത്? എനിക്ക് വീട്ടിലേക്ക് പോകണം. മേ ഘർ ജാനാ ചാത്താഹും, എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. മേരെ ബായിനെ ജവാബ് ദിയ, അപ്പോൾ എൻ്റെ ചേട്ടൻ മറുപടി നൽകി. ഉസ്കി ആവാസ്, ആ മറുപടി നൽകുന്ന സമയത്ത് ചേട്ടന്റെ ശബ്ദം, ആവാസ് ശബ്ദം, പത്തലി നേർത്തതും, സപ്പാട്ട് ദി നേർത്തതാണെങ്കിലും ശബ്ദം എങ്ങനെയുള്ളതായിരുന്നു? ഉറച്ച ശബ്ദമായിരുന്നു.
നേർത്തതും ഉറച്ചതുമായ ശബ്ദത്തിൽ അബ് യഹി ഘർ ഹേ, എന്താണ് പറഞ്ഞത്? ഇതാണ് വീട്. അബ് യഹി ഘർ ഹേ, ഇനി ഇതാണ് വീട് എന്ന് ചേട്ടൻ പറഞ്ഞു. कैदी शिविर में मेरे दिन बोर से शुरू होते थे, हम कतार में गड़े होते, मार्च करते, कोई भोजन नहीं, ठंड से कोई सुरक्षा नहीं, केवल काम, मेरे हाथों से खून बहता था, मेरा पेट भूख से गुड़गुड़ाता था. कैदी शिविर में मेरे दिन बोर से शुरू होते थे. ജയിൽ ക്യാമ്പ്, കൈദി പറഞ്ഞ ജയില്, തടവറ. കൈദി ക്യാമ്പ്, കൈദി ശിവിർ എന്ന് പറഞ്ഞാല് ജയിൽ ക്യാമ്പില്. മേരേ ദിൻ, എൻ്റെ ദിനങ്ങൾ, എൻ്റെ ദിവസങ്ങൾ. ബോർ സേ ശുരു ഹോത്തേ ദേ, പുലർച്ചെയാണ് ആരംഭിച്ചത്. ഹം കഥാർമേ ഗഡേ ഹോത്തെ, അതായത് പുലർച്ചെ തന്നെ അവരെന്ത് ചെയ്യണം? ആ കഥാർമേ ഗഡേ ഹോത്തെ, ആ വരിയായിട്ട് നിൽക്കണം, നിരയില് അണിനിരന്ന് നിൽക്കണം. മാർച്ച് കർത്തെ, മാർച്ച് ചെയ്യണം, മാർച്ച് കർത്തെ, മാർച്ച് ചെയ്യും. കോയി ഭോജൻ നഹീം, ഇങ്ങനെയൊക്കെ ചെയ്താലും അവർക്ക് എന്തില്ല? കോയി ഭോജൻ നഹീം, ഒരു ഭക്ഷണവും ഇല്ല. ദണ്ഡ് സേ കോയി സുരക്ഷാ നഹീം, തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണവും ഇല്ല. കേവൽ കാം, കേവലം ജോലി മാത്രം. മേരെ ഹാത്തോം സേ ഗൂൻ ബഹത്താദ, എൻ്റെ കൈകളിൽ നിന്ന് രക്തം ഒലിക്കുമായിരുന്നു, അതായത് ജോലി ചെയ്തിട്ട് കൈകളൊക്കെ പൊട്ടിയിട്ട് രക്തം ഒഴുകുമായിരുന്നു. മേരാ പേട്ട് ബൂക്ക് സേ ഗുഡ്ഗുഡാത്താദ, എൻ്റെ വയറ്, പേട്ട് പറഞ്ഞ വയറ്, എൻ്റെ വയറ് ബൂക്ക് സേ വിശപ്പ് കൊണ്ട്, ഗുഡുഗുഡ രഹാദ, അതായത് വയറ്റിൽ വിശന്നാൽ ഇങ്ങനെ ഒരു മുരളൽ, ഒരു മൂളലുണ്ടാവും, ശബ്ദം ഉണ്ടാവും, ഗുഡുഗുഡാന, അതാണ് ഗുഡുഗുഡാത്ത എന്ന് പറഞ്ഞത്. ഗുഡുഗുഡാത്താദ എന്താണ്? എൻ്റെ വയറ്റിൽ നിന്നും ശബ്ദം ഉണ്ടാകുമായിരുന്നു വിശന്നിട്ട്. പഹലെ മേംനെ ദിഖാവാ കർണേക്ക് കോശിഷ് കി, ആദ്യം ഞാൻ അഭിനയിക്കാൻ ശ്രമിച്ചു. ദിഖാവാ കർണ, അഭിനയിക്കുവാൻ. ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോശിഷ്, ശ്രമിച്ചു, പരിശ്രമിച്ചു. जब मैं कारखाने में काम करता था तो मैंने खुद को अपने घर के पास पार्क में खेलने की कल्पना की. എന്തൊക്കെയാണ് ഈ കുട്ടി മനസ്സിൽ കരുതിയത്? ജബ് മേം കാർഖാനെ മേം കാം കർത്താത, ഞാൻ എപ്പോഴൊക്കെയാണോ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത്, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, മേനെ ഗുദുക്കോ, ഞാൻ സ്വയം, അപ്പനെ ഗർക്കെ പാസ് പാർക്ക് മേം, ഞാൻ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള പാർക്കിൽ ഗേലിനേക്ക് കൽപ്പനാക്കി, പാർക്കിൽ കളിക്കുന്നതായി ഞാൻ സങ്കല്പിച്ചു. എന്താണ് ചെയ്യുക? ജോലി ചെയ്യുന്നത് ഞാൻ പാർക്കിൽ കളിക്കുകയാണ് എന്ന സങ്കല്പത്തോട് കൂടിയിട്ട് അവൻ ജോലി ചെയ്തു എന്നാണ് പറഞ്ഞത്. ജബ് മുझे भूख लगती तो मैं अपनी माम के गाना पकाने की याद करता. എപ്പോഴാണോ എനിക്ക് വിശപ്പ് തോന്നുന്നത്, ജബ് മുझे भूख लगती है, भूख लगना പറഞ്ഞാൽ വിശപ്പ് തോന്നുക, വിശപ്പ് അനുഭവപ്പെടുക. എനിക്ക് എപ്പോഴാണോ വിശപ്പ് അനുഭവപ്പെടുന്നത്, തോ എങ്കിൽ, മേ അപ്പനി മാം കെ ഗാന പക്കാനെ കി യാദ് കർത്ത, ഞാൻ എൻ്റെ അമ്മയുടെ പാചകത്തെ കുറിച്ച് ചിന്തിക്കും. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അമ്മയുടെ പാചകത്തെ കുറിച്ച് ചിന്തിക്കും. യാദ് പറഞ്ഞ ഓർമ്മിക്കുക, ചിന്തിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. जब मुझे डंड लगती तो मैं खुद से कहता कि वे सुन्न उंगलियां मेरी नहीं बल्कि किसी और की है. എപ്പോഴാണോ എനിക്ക് വല്ലാതെ തണുപ്പ് അനുഭവപ്പെടുന്നത്, തണുത്തിട്ട് വിരലുകളൊക്കെ കോച്ചി ഇങ്ങനെ തണുത്ത് എന്താ പറയാ മരവിക്കും, വിരലുകളൊക്കെ എന്താ സുന്ന് ഊങ്കലിയ പറഞ്ഞാൽ മരവിച്ച വിരലുകളൊക്കെ മരവിച്ച് നിൽക്കുന്ന സമയത്ത്, ബൽക്കി കിസിക്ക് പറയും, ഇത് എൻ്റെ വിരലുകളല്ല മറ്റാരുടേതോ ആണ്. തോമേം ഗുദസേ കാത്ത, സ്വയം പറയുമെന്ന്. അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുക? കൈയിൻ്റെ വിരലുകളൊക്കെ തണുത്ത് മരവിച്ച് നിൽക്കുന്ന സമയത്ത് കുട്ടി പറയുന്നത്, ഈ വിരലുകൾ എൻ്റേതല്ല മറ്റാരുടേതോ ആണ് എന്ന് സ്വയം പറയുമായിരുന്നു.
രാത്കോ മുജെ സൂപ്പ് ദിയാ ഗയ, രാത്രി സമയങ്ങളിൽ എനിക്ക് സൂപ്പ് നൽകിയിരുന്നു. ബിൽക്കുൽ പാനി ജയ്സാ സൂപ്പ്, കേവലം ഒരു വെള്ളം മാത്രമുള്ള, വെള്ളം പോലെയുള്ള ഒരു സൂപ്പ്, വെള്ളം മാത്രമാണത്. മേം ഏക്ക് ഷെൽഫ് പർ സോ ഗയ, ഞാൻ ഒരു ഷെൽഫിൽ ഉറങ്ങി. മേരാ പത്തലാ ശരീർ സൈക്കടോ ലോഗോ കെ ബീച്ച് ദബാ ഹുവാദ, എൻ്റെ ഈ മെലിഞ്ഞ ശരീരം സൈക്കടോ ലോഗോ കെ ബീച്ച്, നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ ദബാ ഹുവാദ, അമർന്നു കിടന്നിരുന്നു. അതായത് അത്രയ്ക്ക് മെലിഞ്ഞിട്ടാണ് ഈ ഹർമൻ എന്നാണ് പറഞ്ഞത്. അത്രയും മെലിഞ്ഞ കുട്ടിയായിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ അവൻ്റെ ശരീരം അമർന്നു കിടന്നിരുന്നു. അത് മുജെ ഗർക്കി, അധികം മെലിഞ്ഞിട്ടുള്ള കുട്ടികൾ കിടന്നാലും ഇങ്ങോട്ട് കാണൂല അല്ലേ, ആണ് പറ്റി കിടക്കണ പോലെ ഉണ്ടാവും. അതാണ് അമർന്ന് കിടന്നിരുന്നു പറഞ്ഞത്. മുജെ ഗർക്കി ചോട്ടി ചോട്ടി ചീസേം യാദ് ആത്തി രഹത്തി തി, എനിക്ക് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. ഏക്ക് തക്കിയ, ഏക്ക് ശൗചാലയ്, ഏക്ക് ടൂത്ത് ബ്രഷ്, ഒരു തലയിണ, ഏക്ക് ശൗചാലയ്, ഒരു ശൗചാലയം, അതുപോലെ തന്നെ ഒരു ടൂത്ത് ബ്രഷ്. ബഡി ചീസെ, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മാം, അമ്മ, ഹമേശ മാം, എപ്പോഴും അമ്മ തന്നെ, എപ്പോഴും അവൻ ഓർക്കുന്നത് അവൻ്റെ അമ്മയെയാണ്. മാം മേ ഹർ രാത്ത് പൂച്ച്താ തും മുझे കബ് സുലാനെ ആ രഹി ഹോ, എല്ലാ രാത്രിയും ഈ കുട്ടി അമ്മയെ വിളിക്കും. അമ്മേ, ഞാൻ എല്ലാ രാത്രി അമ്മയോട് ഇങ്ങനെ ചോദിക്കും. രാത്ത് പൂച്ച്താ, പൂച്ച്താ ചോദിക്കുക. തും മുझे കബ് സുലാനെ ആ രഹി ഹോ, എന്നെ എപ്പോഴാണ് ഉറക്കാൻ വേണ്ടിയിട്ട്, എന്താണ് പറയുക, കിടക്കയിൽ കിടത്താൻ, അല്ലെങ്കിൽ ഉറക്കാൻ വേണ്ടി, കിടക്കയിൽ കിടത്തി ഉറക്കാൻ വേണ്ടി എപ്പോഴാണ് വരുന്നത് എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ എല്ലാ രാത്രിയും ചോദിക്കുമായിരുന്നു. ഫിർ മേ ഇന്തസാർ കർത്താ രഹാ, പിന്നെ ഞാൻ പ്രതീക്ഷയോടെ ഇരിക്കും, എൻ്റെ അമ്മ എപ്പോഴെങ്കിലും വരും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുമായിരുന്നു. ഡണ്ടാ ദക്കാ ഹുവാ ബൂക്ക ആശാവാൻ മാം കാ ഇന്തസാർ കർത്താ ഹുവാ, തണുപ്പ് സഹിച്ച്, തണുത്ത്, അതുപോലെ തന്നെ ധക്കാ ഹുവ, ക്ഷീണിച്ച്, തണുപ്പും അതുപോലെ തന്നെ ക്ഷീണവും ഒക്കെയാണ് ഈ കുട്ടികളിലെ അല്ലേ, തണുപ്പ്, ക്ഷീണം, വിശപ്പ്, ഇതെല്ലാം അനുഭവിച്ചു കൊണ്ട് പ്രതീക്ഷയോടെ, മാം കാ ഇന്തസാർ കർത്താ ഹുവ, ആശാവാൻ പറഞ്ഞ പ്രതീക്ഷയോടെ, മാം കാ ഇന്തസാർ കർത്താ ഹുവ, അമ്മയെ പ്രതീക്ഷിച്ചിരിക്കും, അമ്മയെ കാത്തിരിക്കും. ഈ തണുപ്പും അതുപോലെ തന്നെ ക്ഷീണവും വിശപ്പും എല്ലാം സഹിച്ചിട്ട് അവൻ അമ്മ വരും എന്ന പ്രതീക്ഷയോടെ ഇരിക്കും. ഏക് രാത്ത് മാം മേരെ പാസ് ആയി, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ്റെ അമ്മ അവൻ്റെ അരികിൽ വന്നു. ഏക് സപ്നേമേം, എങ്ങനെയാണ് വന്നത്, സ്വപ്നത്തിലാണ് വന്നത്, നേരിട്ടല്ല വന്നത്. എങ്ങനെയാണ്, ഒരു രാത്രി അവൻ അമ്മയെ ആഗ്രഹിച്ച് ഒരു രാത്രി അവൻ അമ്മയെ സ്വപ്നത്തിൽ കാണുന്നു. കോമൾ നിശ്ചിന്ത് സ്ഥിർ ചിന്താ മത് കരോ ഹർമൻ, എങ്ങനെയാണ് അമ്മയെ അവൻ കണ്ടത്, അമ്മ വളരെയധികം എന്താ പറയുക, സൗമ്യമായിട്ടുള്ള, കോമളമായ, വളരെ മൃദുലമായിട്ടുള്ള, സൗമ്യമായ ഒരു ശാലീന ആയിട്ടുള്ള രൂപത്തിലാണ് അമ്മ വന്നത്. എങ്കിലും അവരെങ്ങനെയായിരുന്നു, വളരെയധികം സ്ഥിർ പറഞ്ഞ സ്ഥിരതയോടെ, നല്ലൊരു ഉറച്ച മനസ്സോടെ, ഉറപ്പോടെ അവർ പറയാണ്, ചിന്താ മത് കരോ ഹർമൻ, വിഷമിക്കാതിരിക്കൂ ഹർമൻ. മാം കി കോമൾ ആവാസ് നെ മുझे സുക്കൂൻ ദിയ, അമ്മയുടെ ആ കോമളമായിട്ടുള്ള ശബ്ദം എന്നെ ആശ്വസിപ്പിച്ചു. സുക്കൂൻ ദിയ പറഞ്ഞ ആശ്വസിപ്പിച്ചു. ഏക് പരി ആക്കർ തുമേ ബച്ചായേഗി, ഒരു പരി എന്നാൽ മാലാക, ഒരു മാലാക വന്ന് നിന്നെ രക്ഷിക്കും. എന്താണ് അമ്മ വന്നിട്ട് പറയുന്നത്, അമ്മ വളരെയധികം ഉറപ്പോടെ, വളരെയധികം നിശ്ചിന്തയായിട്ട്, ഉറപ്പോടുകൂടി തന്നെ അമ്മ പറയാണ്, നീ വിഷമിക്കാതിരിക്കൂ ഹർമൻ, നിന്നെ രക്ഷിക്കാൻ ആര് വരും, ഒരു മാലാക വരും, നിന്നെ ഒരു മാലാക വന്ന് രക്ഷിക്കും എന്ന് അമ്മ അവനോട് കോമളമായിട്ട്, വളരെ മൃദുലതയോട് കൂടിയിട്ട് പറയാണ്. ദോ ദിൻ ബാദ് വഹ് പ്രകട് ഹുയി, 2 ദിവസത്തിന് ശേഷം അത് പ്രകടമായി, അത് സംഭവിച്ചു. ലഡ്കി പരി, മാലാക അല്ലെ, ലഡ്കി ഒരു പെൺകുട്ടി, മാലാക, പരി ലഡ്കി ഒരു മാലാക പെൺകുട്ടി. പ്രകാശവാൻ
ഒരു മാലാഖ പെൺകുട്ടി 2 ദിവസത്തിന് ശേഷം അവൾ പ്രത്യക്ഷപ്പെടുകയാണ്. വളരെയധികം തിളക്കത്തോടു കൂടിയുള്ള ഒരു മാലാഖ പെൺകുട്ടി. ചമത്കാർ പറഞ്ഞാൽ തിളങ്ങുന്ന. വോ ബാഡ്കെ ദൂസരി തരഫ് ദി, അവള് എവിടെയായിരുന്നു? ബാഡ്കെ ദൂസരി തരഫ്, വേലിയുടെ മറുവശത്തായിരുന്നു. ബാഡ് വേലി, ബാഡ്കെ ദൂസരി തരഫ്, ദൂസരി തരഫ് മറുവശം, വേലിയുടെ മറുവശത്തായിരുന്നു അവൾ. മേ കരീബ് ഗയ, കരീബ് ഗയ പറഞ്ഞാൽ പാസ് ഗയ, അടുത്തേക്ക് ചെന്നു, ഞാൻ അടുത്തേക്ക് ഗയ പോയി, ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. മേരി പരീലടുക്കി അസലീതി, ആ മാലാഖ പെൺകുട്ടി മേരി, എൻ്റെ ആ മാലാഖ പെൺകുട്ടി അസലി യഥാർത്ഥമായിരുന്നു. അത് യഥാർത്ഥം തന്നെയാണോ അതോ സ്വപ്നമാണോ തോന്നുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹർമൻ എന്ത് ചെയ്തു? അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പൊ എന്താണ്? അത് യഥാർത്ഥം തന്നെയാണ്. ക്യാ തുമാരെ പാസ് കുച്ച് ഗാനാ ഹേ, എന്നിട്ട് ആ കുട്ടിയോട്, ആ മാലാഖ പെൺകുട്ടിയോട് എന്താണ് ഹർമൻ ചോദിക്കുന്നത്? ഭക്ഷണം വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്യാ തുമാരെ പാസ് കുച്ച് ഗാനാ ഹേ, നിന്റെ അടുത്ത് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? മേ ഫുസ്ഫുസായ, ഞാൻ പതുക്കെ ചോദിക്കുകയാണ്, പതുക്കെ മന്ത്രിക്കുകയാണ്. നിന്റെ അടുത്ത് ഭക്ഷണം ഉണ്ടോ എന്ന് പതുക്കെ മന്ത്രിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മേരി പരീലടുക്കിനെ സിർ ഹിലായ, എൻ്റെ മാലാഖ പെൺകുട്ടി തലയാട്ടി. ഹം ദേഖ്തേ രഹേ ഇന്തസാർ കർത്തേ രഹേ, ഞാൻ കാത്തിരുന്നു, ഞങ്ങളങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്തസാർ കർത്തേ രഹേ, പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്തെങ്കിലും ഭക്ഷണം ലഭിക്കും എന്ന് കരുതിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഏക് ഗലത്ത് കദം കാ മത്ലബ് ദ മൗത്ത്, ഏക് ഗലത്ത് കദം, ഒരു തെറ്റായ നീക്കം. ഗലത്ത് കദം പറഞ്ഞാൽ തെറ്റായ നീക്കം. ഒരു തെറ്റായ നീക്കത്തിന്റെ മത്ലബ്, അർത്ഥം എന്തായിരുന്നു? മൗത്ത്, മരണമാണ്. എന്തെങ്കിലും ഒരു തെറ്റായ നീക്കം കണ്ടാൽ എന്താണ് സംഭവിക്കുക? മരണം സംഭവിക്കും. മേരി മൗത്ത്, എൻ്റെ മരണം സംഭവിക്കും. ഉസ്കി മൗത്ത്, അവളുടെ മരണം സംഭവിക്കും. അവർ തമ്മിൽ ഭക്ഷണം കൈമാറുന്നതോ അവർ തമ്മിൽ സംസാരിക്കുന്നതോ ഒക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരുടെ 2 പേരുടെയും മരണം ഉറപ്പാണ്. ജബ് സഹി സമയ ആയാ തോ ഉസ്നെ ബാഡ് കെ പാർ സെ ഏക് സേബ് ഫേങ്ക, എപ്പോഴാണോ അതിനൊത്ത ഒരു സമയം കിട്ടിയത്, സഹി സമയ, അതിനെ പറ്റിയ സമയം എപ്പോഴാണോ കിട്ടിയത്, അപ്പോൾ ഉസ്നെ ബാഡ് കെ പാർ സെ ഏക് സേബ് ഫേങ്ക, അവള് ആ വേലിയുടെ അപ്പുറത്ത് നിന്ന് ഒരു സേബ്, ഒരു ആപ്പിൾ എറിഞ്ഞു. അവൾ വേലിക്ക് അപ്പുറത്ത് നിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. മേരി ഊങ്കലിയാം ഉസ് സേബ് കെ ചാരോ ഓർ മുടുകി, എൻ്റെ വിരലുകൾ ആ ആപ്പിളിന് ചുറ്റും ചുറ്റി. അതായത് അതാ എറിഞ്ഞ ആപ്പിൾ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ എല്ലാ വിരലുകളും അതിന് ചുറ്റും ഇങ്ങനെ നിൽക്കൂലേ, അപ്പൊ എൻ്റെ വിരലുകൾ ആ ആപ്പിളിന്റെ ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞതുപോലെ ചുറ്റും നിന്നു എന്നാണ് പറഞ്ഞത്. ചുപ് ചാപ്പ്, നിശബ്ദം. കൃതജ്ഞദാസെ, നന്ദിയോടെ. കൽ, പരി ഫുസ്ഫുസായി, ഇനി നാളെ എന്ന് പരി മന്ത്രിക്കുകയാണ്. ഇന്നത്തെ ആപ്പിൾ കൊടുത്തൂലേ, ഇനി നാളെ എന്ന് ആ പരി എന്ത് ചെയ്യാണ്? വളരെയധികം ശബ്ദം താഴ്ത്തിക്കൊണ്ട് മന്ത്രിക്കുന്നത് പോലെ അവളും പറഞ്ഞു. മേരി പരീലടുക്കി ഫിർസെ പ്രകട് ഹുയി അകലേ ദിൻ, എൻ്റെ മാലാഖ പെൺകുട്ടിയെ വീണ്ടും അടുത്ത ദിവസം കണ്ടു, പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഓരോ ദിവസവും ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയാണ്. മേരി പരീലടുക്കി, എൻ്റെ ആ മാലാഖ പെൺകുട്ടി, ഫിർസെ വീണ്ടും, പ്രകട് ഹുയി അകലേ ദിൻ, അടുത്ത ദിവസവും പ്രത്യക്ഷപ്പെട്ടു. പ്രകട് ഹുയി പ്രത്യക്ഷപ്പെട്ടു. और उसके बाद हर दिन, അതിനുശേഷം ഓരോ ദിവസവും, ഹർ ദിൻ ഓരോ ദിവസവും, വോ ഹമേശ ദേഖ്തി, അവർ ഹമേശ എല്ലായ്പ്പോഴും കണ്ടു, ഇന്തസാർ കർത്തി പ്രതീക്ഷയോടെ, ആർ ഫേങ്ക്തി ദി, ഫേങ്ക്ന പറഞ്ഞ എറിയുക, കാത്തിരുന്നു എറിഞ്ഞു, ഹമേശ ഏക് സേബ് എപ്പോഴും ഒരേ ഒരു ആപ്പിൾ. അവരെല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആരും കാണാതെ എന്ത് ചെയ്യും? ഒരാപ്പിള് ഈ ഹർമന് ഈ പരീലടുക്കി എറിഞ്ഞു കൊടുക്കും. അതങ്ങനെ അവർ തുടർന്നു കൊണ്ടേയിരുന്നു. പരീലടുക്കി ആർ മേം ശായദ് ഹി കബി ബാത്ത് കർത്തേതേ, ഈ മാലാഖ പെൺകുട്ടിയും ഞാനും വളരെ അപൂർവമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവർക്ക് സംസാരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ആരും കാണാതെയാണ് അവർ ഈ ആപ്പിള് എറിഞ്ഞ് കൊടുക്കുന്നതും
ആ പരിയിലിടുക്കി എറിഞ്ഞു കൊടുക്കുന്നതും ഹെർമൻ അത് പിടിച്ചെടുത്ത് അത് കഴിക്കുന്നതും അല്ലേ, അതൊന്നും ആരും കാണാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടാറില്ല. അവർ വളരെ എന്താ പറയുക, അപൂർവമായിട്ട് മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത്. മേം ഉസ്കെ ബാരെ മേ കുച്ച് നഹീ ജാൻതാ താ സിവായ് ഇസ്കെ, സിവായ് പറഞ്ഞാൽ കൂടാതെ, ഇസ്കെ കി വഹ് ഏക് ദയാലു ബഹാദുർ ഗേത്ത് കെ കാം കർണേ വാലി ലഡ്കി തി. മേം ഉസ്കെ ബാരെ മേ, എനിക്ക് അവളെ കുറിച്ച് കുച്ച് നഹീ ജാൻതാ താ, ഒന്നും അറിയുമായിരുന്നില്ല. സിവായ് പറഞ്ഞ കൂടാതെ, എന്തൊക്കെ കൂടാതെ, ഇസ്കെ വഹ് ഏക് ദയാലു, അവൾ ഒരു ദയാലുവാണെന്നും, ബഹാദൂർ അവൾ ഒരു സമർത്ഥ ധൈര്യമുള്ള ഒരു കുട്ടിയാണെന്നും, അവള് ഒരു ദയാലുവാണെന്നറിയാം. കാരണം അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിള് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അവളൊരു ദയാലുവാണ് എന്ന കാര്യം അറിയാം. അതുപോലെ തന്നെ ബഹാദൂർ ധീരയാണെന്നറിയാം. ആരും കാണാതെയാണ് അവൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ധീരയാണ് എന്നും അറിയാം. ഗേത്തുമേം കാം കർണേ വാലി ലഡ്കി, അവൾ എന്താണ്, വയലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായി. വയലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആപ്പിൾ അവന് വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവളൊരു വയലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണെന്നും ധീരയാണെന്നും ദയാലുവാണെന്നും ഒഴികെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ മറ്റൊന്നും അവളെക്കുറിച്ച് ഹെർമന് അറിയുമായിരുന്നില്ല. ഉസ്കാ നാം ക്യാദ, അവളുടെ പേരെന്തായിരുന്നു, അതും ആർക്കറിയില്ല, ഹെർമന് അറിയില്ല. വഹ് മേരെ ലിയെ അപ്പനി ജാൻ ജോക്കിം മേം ക്യോം ഡാൽ രഹി തി, സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട്, ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ആപ്പിള് എറിഞ്ഞു തരുന്നത്, എന്തിനാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവൾ എനിക്ക് വേണ്ടി ഈ ആപ്പിൾ തരുന്നത് എന്നും അവന് അറിയുമായിരുന്നില്ല. യുദ്ധ ഗസീട്ത ചലാഗയ, യുദ്ധം നീണ്ടു നിന്നു. ഗസീട്ത ചലാഗയ പറഞ്ഞാൽ അത് യുദ്ധം തുടർന്നു, ആ യുദ്ധം അങ്ങനെ നീണ്ടു നിന്നു. ദിൻ പർ ദിൻ ബീത്തെ, അങ്ങനെ ദിൻ പർ ദിൻ ബീത്തെ, ദിവസം തോറും കടന്നുപോയി. ഓരോരോ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവാണ്. ഓരോ ദിവസവും യുദ്ധമാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ യുദ്ധങ്ങൾ കൊണ്ട് തന്നെ, യുദ്ധത്തോട് കൂടിയ ദിവസങ്ങൾ, ദിനങ്ങൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. മഹീനെ പർ മഹീനെ ബിത്തുക, അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന്റെ മാസങ്ങളോളം യുദ്ധം അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. മേരാ ശിവിർ ബീമാരി ആർ ബുക്ക് മരീസെ ബർഗയ, എൻ്റെ ക്യാമ്പ്, ബീമാരി രോഗവും അതുപോലെ തന്നെ ഭൂക്കുമരി പറഞ്ഞാല് മരണം, പട്ടിണിയും ഭൂക്കുമരി പറഞ്ഞാൽ പട്ടിണി എന്നാണ് അർത്ഥം കേട്ടോ. ഭൂക്കുമരി പട്ടിണി. അപ്പം എന്താണ്, രോഗവും പട്ടിണിയും കാരണം അവിടെ എങ്ങനെ ആ ക്യാമ്പ് രോഗവും പട്ടിണിയും നിറഞ്ഞു നിൽക്കുകയാണ്. ലേക്കിൻ മേരി പരി ലഡ്കീനെ മുജെ ഭോജൻ ദേക്കർ സഹാര ദിയ, പക്ഷേ എൻ്റെ പരീലടുക്കി, എൻ്റെ മാലാക പെൺകുട്ടി എന്നെ എന്ത് ചെയ്തു, ഭക്ഷണം നൽകി ആശ്രയം തന്നു. ഭക്ഷണം കൊടുത്ത് അവനെ ആശ്രയിച്ചു, അവന് ആശ്രയം നൽകി. മേരി പരി ലഡ്കീനെ മുജെ ഉമ്മീദ് സെ ബർ ദിയ, എൻ്റെ മാലാക പെൺകുട്ടി എന്നിൽ പ്രതീക്ഷ നിറച്ചു. ഉമ്മീദ് പറഞ്ഞ പ്രതീക്ഷ, ബർദിയ നിറച്ചു, എന്നിൽ പ്രതീക്ഷ നിറച്ചു. ആക്കിർഘാർ അവസാനം, യുദ്ധ സമാപ്ത് ഹോഗയ, അങ്ങനെ അവസാനം യുദ്ധം അവസാനിച്ചു. ഒടുവിൽ എന്തായി, യുദ്ധം അവസാനിച്ചു. ബഹുത് സെ ലോഗ് ഉസ് ദൗരാൻ മർ ഗയേ, വളരെയധികം ആളുകൾ ആ കാരണത്താൽ മരിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം കാരണം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ലേക്കിൻ മേം ജീവിതത, പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നു. ആസാദ് ഏക്തം മുക്ത്, സ്വതന്ത്രൻ, പൂർണ്ണമായും സ്വതന്ത്രൻ. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്, പൂർണ്ണമായും സ്വതന്ത്രനാണ്. യുദ്ധം അവസാനിച്ചു, ഞാനിപ്പോൾ സ്വതന്ത്രനായിട്ട് ജീവിച്ചിരിക്കുന്നു. മേ ആഖിരി ബാർ ബാഡ് കെ പാസ് ഗയ വഹ് വഹാം ഇന്ദസാർ കർ രഹി തി, ഞാൻ അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ ആ വേലിക്കരികിലേക്ക് പോയി. അവിടെ അവൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മേം ആഖിരി ബാർ, ആഖിരി പറഞ്ഞാൽ അവസാന തവണ, അവസാനം എന്ത് ചെയ്തു, അവസാനമായി ഒരിക്കൽ കൂടി അവിടേക്ക് ചെന്നു, ആ വേലിക്കരികിലേക്ക് ചെന്നു. അവിടെ അവൾ ഇന്ദസാർ കർ രഹി തി, അവൾ പ്രതീക്ഷയോടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു.
തും മേരി പരി ലഡ്കി ഹോ, നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ്, നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ്. മേനെ കാണ്ടേദാർ താർക്കെ ബീച്ച് സേ കഹ, ഞാൻ മുള്ളുവേലിക്കിടയിൽ, കമ്പിവേലി എന്ന് പറയല്ലോ, കമ്പിവേലി കെട്ടിയിട്ടുണ്ടാവും, ആ കമ്പിവേലിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ നടുക്കിലായിട്ട് എന്തുണ്ട്, കമ്പിവേലിയുണ്ട്. ആ കമ്പിവേലിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ഹെർമൻ പറയാണ്, നീ എൻ്റെ മാലാക പെൺകുട്ടിയാണ്. തും മേരി പരി ലഡ്കി ഹോ, മേനെ കാണ്ടേദാർ താർക്കെ ബീച്ച് സേ കഹ, ഞാൻ ആ കമ്പിവേലിയുടെ ഇടയിലൂടെ അങ്ങനെ അവളോട് പറഞ്ഞു. മേനെ അപ്പനി പരി ലഡ്കിക്ക് ആങ്കമേ ഏക്ക് ആംസു ദേക്ക, അത് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മാലാക പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു കണ്ണുനീർ കണ്ടു. ആംസു, കണ്ണുനീർ. യുദ്ധ കെ ബാദ്, യുദ്ധത്തിന് ശേഷം, മേ അപ്പനെ ഭായിയോം കെ സാത്ത്, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്കൊപ്പം ഇംഗ്ലണ്ട് ചലാഗയ, ഇംഗ്ലണ്ടിലേക്ക് പോയി, ഞാൻ അവിടേക്ക് താമസം മാറി. അബ് മേം കൈദി ശിവിർ സെ മുക്തദ, ഇപ്പോൾ ഞാൻ ആ കൈദി ശിവിറിൽ നിന്നും, അതായത് ആ ജയിൽ ക്യാമ്പിൽ നിന്ന് മോചിതനാണ്. മുക്ത് പറഞ്ഞ മോചിതൻ. ലേക്കിൻ അബ് മേ അപ്പനെ അതീത് കാ കൈദീദ, പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ ഭൂതകാലത്തിൻ്റെ തടവിലാണ്. ഞാനിപ്പോൾ യഥാർത്ഥമായിട്ടുള്ള തടവിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ട്, എങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോൾ ഏത് തടവിലാണുള്ളത്? ആ ഭൂതകാലത്തിൻ്റെ തടവിലാണ് ഇപ്പോഴും എൻ്റെ മനസ്സുള്ളത്. മേരെ ദിമാഗ് മേ ചവിയാം ബർഗയി, എൻ്റെ മനസ്സിലേക്ക് ഓരോരോ ഓർമ്മകൾ, അങ്ങനെ അത് ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങി. യുദ്ധ, ശിബിർ, മാം, മേരാ പുരാന ജീവൻ, മേരി പരി ലഡ്കി, യുദ്ധം, അതുപോലെ തന്നെ ക്യാമ്പ്, എൻ്റെ അമ്മ, മേരാ പുരാന ജീവൻ, എൻ്റെ പഴയ ജീവിതം, എൻ്റെ പരി ലഡ്കി, എൻ്റെ മാലാക പെൺകുട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാൽ, ആ ഒരു ഓർമ്മകളാൽ ഇപ്പോഴും ഹെർമൻ തടവിലാണ് എന്നാണ് പറഞ്ഞത്. മേനെ കാം കിയ, പഠ, അധ്യയൻ കിയ, ഞാൻ ജോലി ചെയ്തു, പഠ, വായിച്ചു, അധ്യയൻ കിയ, പഠിച്ചു. मैंने अतीत को पीछे छोड़ने के तरीके खोजने की कोशिश में सालों बीत गए. सालों बीत गए പറഞ്ഞാൽ വർഷങ്ങൾ ചിലവഴിച്ചു. അതീത് ഭൂതകാലം. പീച്ചെ ചോടന പിന്നിലാക്കാൻ. തരീക്കെ ഘോഷന, തരീക്ക പറഞ്ഞ ഉപായം, ഘോഷന പറഞ്ഞ അന്വേഷിക്കുക, കോശിഷ് ശ്രമിക്കുക. അപ്പം എന്താ പറയുന്നത്? ഭൂതകാലത്തിലെ ഓർമ്മകളാൽ അവനിപ്പോൾ തടവിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഭൂതകാലത്തെ പിന്നിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നിൽ ഉപേക്ഷിക്കാനുള്ള വഴി കണ്ടെത്താൻ വർഷങ്ങളോളം ശ്രമിച്ചു. അതിനെ ഒന്ന് മറക്കാൻ, അതിനെ ഒന്ന് ഉപേക്ഷിക്കാനുള്ള വഴി, അതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം ശ്രമിച്ചു. ജബ് മേം ഏക് ജവാൻ ആദ്മി ബൻ ഗയാ തോ മേം അമേരിക്ക മേ ഏക് നയേ ജീവൻ ജീനെ കെ ലിയെ ചലാ ഗയാ. ഞാൻ യുവാവായപ്പോൾ പുതിയൊരു ജീവിതം നയിക്കാൻ ഞാൻ അമേരിക്കയിലേക്ക് പോയി. മേം ന്യൂയോർക്ക് പഹുഞ്ച, അങ്ങനെ ഞാൻ ന്യൂയോർക്കിലെത്തി. വഹാം സബ് കുച്ച് നയ അപരിചിതത, അവിടെയെല്ലാം പുതിയതും അപരിചിതവുമായിരുന്നു. പുരാനെ ജീവൻ കി യാദേ മേരെ ചാരോം ഓർ ലിബർട്ടി ഹുയിതി, അങ്ങനെ ഒരു പുതിയ അന്തരീക്ഷത്തിൽ എത്തിയിട്ടും പുരാനെ ജീവൻ കി യാദേ, പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ, മേരെ ചാരോം ഓർ, എൻ്റെ ചുറ്റിലും, ലിബർട്ടി ഹുയിതി, പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഉനോനെ മുझे കസ്കർ ചഗഡ് ലിയ, അതെന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. मैं अक्सर सोचता था कि मैंने क्या पाया और क्या गोया, ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു ഞാൻ എന്തു നേടി, ഓർ ക്യാ ഗോയ, എന്ത് നഷ്ടപ്പെടുത്തി, ഞാൻ എന്താണ് നേടിയത്, ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. मैं अक्सर माम के बारे में सोचता था, ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അക്സർ എന്നാൽ പലപ്പോഴും. ഏക് രാത്ത് മാം സപ്പനെ മേ മേരെ പാസ് ആയി, ഒരു രാത്രി അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു.
വൈസാഹി സ്വപ്ന, അതുപോലെ തന്നെയുള്ള ഒരു സ്വപ്നം. പണ്ടൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നിന്നെ ഒരു മാലാക പെൺകുട്ടി രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെയുള്ളൊരു സ്വപ്നം. വൈസാഹി സ്വപ്ന ജോ മേനെ സാലോ പഹലെ കൈദി ശിവർമേ ദേക്കാത, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജയിൽ ക്യാമ്പിൽ വെച്ച് കണ്ട അതേ സ്വപ്നം, അതേപോലെ അമ്മ എൻ്റെ സ്വപ്നത്തിലേക്ക് വന്നു. ചിന്താ മത് കരോ ഹർമൻ, വിഷമിക്കാതിരിക്കൂ ഹർമൻ. മാം കി കോമൾ ആവാസിനെ മുझे ശാന്ത് കിയ, അമ്മയുടെ മൃദുവായിട്ടുള്ള ശബ്ദം എന്നെ ശാന്തമാക്കി. ആ അമ്മയുടെ മൃദുവായ ശബ്ദം എന്നെ ശാന്തനാക്കി. ഏക് പരി തുമ്മെ പെജായേഗി, അമ്മ എന്താ പറയുന്നത്, ഒരു മാലാക നിന്നെ രക്ഷിക്കും. ദോ ദിൻ ബാദ്, 2 ദിവസം കഴിഞ്ഞു, അതായത് 2 ദിവസത്തിന് ശേഷം. ഏക് ദോസ്തിനെ മുझे ഏക് ദാവത്ത് പർ ആമന്ത്രിത് കിയ, ഒരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട് എന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. വഹാം ഏക് ലഡ്കി ആയേഗി, അവിടെ ഒരു പെൺകുട്ടി വരും. തുമേ വോ ലഡ്കി പസന്ത് ആയേഗി, ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെടും. ഉസ്നെ ഡിന്നർ കെ ലിയെ ജാത്തെ സമയ കാർ മേ കഹ, അവൻ ഡിന്നറിന് വേണ്ടി പോകുന്ന സമയത്ത് കാറിലിരുന്ന് പറഞ്ഞു. അതായത് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഫ്രണ്ട് ആയിരിക്കണം എന്താ പറഞ്ഞത്, കാറിലിരുന്നിട്ട് പറയാണ് അവിടെ ഒരു പെൺകുട്ടി വരും, ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെടും. മുझे വഹ് പസന്ത് ആയി, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടു, ആ പെൺകുട്ടിയെ ഹർമനെ ഇഷ്ടപ്പെട്ടു. ഏക്ക് നെയ്സ്, ഒരു നെയ്സായിരുന്നു ആ പെൺകുട്ടി. ദയാലു, ഒരു ദയയുള്ള പെൺകുട്ടിയായിരുന്നു. ഹോഷിയാർ, മിടുക്കിയായിരുന്നു. ഹരിയാങ്കെ, അവൾക്ക് പച്ച കണ്ണുകളാണ് ഉണ്ടായിരുന്നത്, അവളുടെ കണ്ണുകൾക്ക് പച്ച നിറമായിരുന്നു. ജീവൻ സേ ബരി ഹുയി, ജീവൻ നിറഞ്ഞത്, നല്ല ജീവനുള്ള പച്ച കണ്ണുകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഉന്മേ കുച്ച് ഐസാ ദാ ജോ മുझे ജാനാ പഹ്ചാനാ ലഗ, അവളിൽ എനിക്ക് പരിചിതമായ എന്തോ ഉണ്ട് എന്ന് തോന്നാൻ തുടങ്ങി. അതായത് നമുക്ക് ചിലരെ കാണുന്ന സമയത്ത് എവിടെയോ കണ്ടതുപോലെ, എന്തോ ഒരു പരിചയമുള്ളതുപോലെ തോന്നും അല്ലെ. ആരെങ്കിലും പണ്ട് കണ്ടവരാണെങ്കിൽ അവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്തോ പരിചയമുണ്ടല്ലോ, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അതുപോലെ ഹർമന് ആ നേഴ്സിനെ കണ്ട സമയത്ത് എന്തോ ഒരു പരിചയം, അവളിൽ എന്തോ ഒരു പരിചയമുണ്ട് എന്ന് തോന്നാൻ തുടങ്ങി. ഉസ്നെ കഹാക്കി ഉസ്കാ നാം റോമ ഹെ, അവൾ പറഞ്ഞു അവളുടെ പേര് റോമ എന്നാണ്. എന്താണ് പേര്, അവളുടെ പേര് റോമ. उसने अतीत और युद्ध के दौरान अपने जीवन के बारे में भी बताया, അവൾ അവളുടെ എന്താ പറയാ അതീത് പറഞ്ഞ ഭൂതകാലം, അവളുടെ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞു. യുദ്ധ കെ ദൗരാൻ അപ്പനെ ജീവൻ കെ ബാരെ മേ ബി ബതായ, യുദ്ധത്തിനെ തുടർന്ന്, അതായത് യുദ്ധം മുഖേന ഉണ്ടായിട്ടുള്ള അവളുടെ ജീവിതത്തെക്കുറിച്ചും അവൾ പറഞ്ഞു. ആ യുദ്ധം മുഖേന അവൾക്കുണ്ടായ, അവളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, ആ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു. വോ ഏക് ഗേത്ത് പർ കാം കർത്തി, അവൾ ഒരു വയലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. अपने परिवार की पहचान छिपाने के लिए वो जर्मनी के एक छोटे से गांव में काम करती थी, കുടുംബത്തിന്റെ ഐഡന്റിറ്റി മറയ്ക്കാൻ അവൾ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്തു. മേം ഉസ് ഗാവ് കോ ജാൻതാ താ, എനിക്ക് ആ ഗ്രാമം അറിയാമായിരുന്നു. അപ്പോൾ ഹർമൻ പറയാണ് എനിക്ക് ആ ഗ്രാമം അറിയാമായിരുന്നു. മേ വഹാം ഏക് ശിവിർ മേ കൈദീദ, ഞാൻ അവിടെയുള്ള ഒരു ക്യാമ്പില് തടവിലായിരുന്നു, തടവുകാരനായിരുന്നല്ലോ കുറെ വർഷം ആര്, ഹർമൻ. അപ്പൊ ഹർമൻ പറയാണ് ഞാൻ അവിടെ ഒരു ക്യാമ്പിലെ തടവുകാരനായിരുന്നു. മേനെ റോമാസെ കഹ, ഞാൻ റോമയോട് പറഞ്ഞു. റോമയുടെ ഭൂതകാലം പറഞ്ഞ സമയത്ത് ഹർമനും പറയാണ് എനിക്ക് ആ സ്ഥലം അറിയാം, ജർമ്മനിയിലെ ഒരു ശിബിരത്തിലെ തടവുകാരനായിരുന്നു ഞാൻ. मैंने कैंप के उस लंबे दुबले पतले लड़के के बारे में सोचा, അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഹർമൻ ചിന്തിക്കുകയാണ്. മേനെ ഞാൻ ക്യാമ്പ് കെ ഉസ് ലംബേ ദുബലെ പത്തലെ ലടുക്കേക്കെ ബാരമേ സോച്ച, ആ ക്യാമ്പിലുണ്ടായിരുന്ന നീളമുള്ള, അതായത് നല്ല നീളമുണ്ടായിരുന്നു അവനെന്ന് അവൻ നേരത്തെ പറഞ്ഞതാണല്ലേ, 11 വയസ്സിലെ നല്ല നീളമായിരുന്നു. അപ്പൊ നല്ല നീളത്തില് മെലിഞ്ഞിട്ട്, നല്ല മെലിഞ്ഞ് നീണ്ട
ആ ആൺകുട്ടിയെ കുറിച്ചിട്ട് ചിന്തിച്ചു. അതായത് ഹർമൻ അവൻ്റെ ആ പഴയ രൂപം ഓർക്കാണ്. അത്രയും മെലിഞ്ഞ് നീണ്ട ഒരു ആൺകുട്ടിയായിരുന്നു അവൻ. ജോ മേ ഗുദ് കബീദ, അത് ഞാൻ ആയിരുന്നില്ലേ, സ്വയം ഞാനായിരുന്നില്ലേ ആ ആൺകുട്ടി. മേനെ അപ്പനി മാം കെ ബാരെ മേ ബി സോച്ച, ആ സമയത്ത് അവൻ അവൻ്റെ അമ്മയെ കുറിച്ച് കൂടി ചിന്തിച്ചു. ജിസ്നെ വാദാ കിയാദാ കി ഏക് പരി ആക്കർ മുझे ബച്ചായേകി, അവർ എന്നോട് വാഗ്ദാനം നൽകിയിരുന്നു ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കുമെന്ന്. അല്ലേ? ആ സമയത്ത് അമ്മയെ എന്നും ഓർത്ത് അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കുമെന്ന്. ക്യാ വോ ബഹുത്ത് പഹലേക്ക് മേരി പരി ലടുക്കി ഹോ സക്തി ഹേ. അപ്പൊ എന്താണ്? ഹർമൻ ചിന്തിക്കുകയാണ്, ക്യാ വോ ബഹുത്ത് പഹലേക്ക് മേരി പരി ലടുക്കി ഹോ സക്തി ഹേ. അതായത് പണ്ടേ ഉണ്ടായിരുന്ന ആ പരീലടുക്കി, എൻ്റെ ആ മാലാഖ പെൺകുട്ടി ആയിരിക്കുമോ ഇവൾ? വോ പറഞ്ഞ വഹ്, അവൾ. ഇപ്പൊ ഈ നമ്മള് റോമ എന്ന പേരിൽ ഇവിടെ പരിചയപ്പെട്ടല്ലോ, അവള് നേരത്തെ എനിക്ക് പരിചയമുണ്ടായിരുന്ന ആ പരീലടുക്കിയാണോ എന്ന് ഹർമൻ ചിന്തിക്കുകയാണ്. അവന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് അവൾ തന്നെയാണോ? ഡിന്നർ കെ ബാദ് റോമ ഓർ മേം രേത്ത് പർ ചലേ. അങ്ങനെ ഡിന്നറിന് ശേഷം ഞാനും റോമയും മണലിലൂടെ നടന്നു. രേത്ത് മണൽ, സമുദ്രക്കെ ജാഗ്, സമുദ്രത്തിൻ്റെ ആ നുര, അതായത് കടലിൽ ആ വെള്ളം ഇങ്ങനെ തിരയടിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ പത ഉണ്ടല്ലോ, ആ നുര. ഡൂബ്താ സൂരജ്, അസ്തമയ സൂര്യൻ. മുझे जानना था कि ക്യാ വഹ് വഹീദി, എനിക്ക് അറിയണമായിരുന്നു. എന്താണ് അവനെ അറിയേണ്ടത്? ക്യാ വഹ് വഹീദി, അത് അവളാണോ? അതായത് അന്ന് അവനെ രക്ഷിക്കാൻ വന്ന പരി അവൾ തന്നെയാണോ ഇവൾ എന്ന് ഹർമൻ അറിയണമായിരുന്നു. അനിശ്ചിത് ഭയഭീത് ആശാവാൻ സ്ഥായി, അവന്റെ മനസ്സിലെന്താണ്? അത് ചോദിക്കാൻ ഒരു ഭയം, അല്ലേ? അനിശ്ചിത് പറഞ്ഞാല് അനിശ്ചിതത്വം, ഒരു നിശ്ചയമില്ല, അത് അവൾ തന്നെയാണോ എന്നുള്ള നിശ്ചയമില്ല, അറിയാതെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ഒരു അനിശ്ചിതത്വം, അതുപോലെ തന്നെ ഭയം, അത് ചോദിച്ചറിയാനുള്ളൊരു ഭയം. ആശാവാൻ, പക്ഷെ അറിയാൻ പ്രതീക്ഷയുണ്ട്, അവളാണോ എന്ന് അറിയണം, അതിനൊരു പ്രതീക്ഷയുമുണ്ട്. സഹിഷ്ണുത, ഇതെല്ലാം കൊണ്ട് അവൻ വലഞ്ഞു. അവൻ ആ കാര്യം അറിയണം, അത് അവൾ തന്നെയാണോ, ആ പരി, അന്ന് രക്ഷപ്പെടുത്തിയ പരി, മാലാഖ എന്ന് കരുതിയ ആ പെൺകുട്ടി തന്നെയാണോ ഇന്ന് റോമ എന്ന പേരിൽ അവൻ്റെ കൂടെ ഉള്ളത് എന്നറിയാൻ അവളെ തിടുക്കമായി. റോമ, ജിസ് ലഡ്കെ കെ ലിയെ തും സേബ് ലേ ഗയി थी, क्या उस लड़के के आखिरी शब्द दे തും മേരി പരി ലഡ്കി ഹോ. അപ്പൊ എന്താണ് ഹർമൻ ചോദിക്കുന്നത്? റോമ, നീ ആപ്പിൾ കൊടുത്ത് എന്ന് പറഞ്ഞല്ലോ ലഡ്ക്കേക്ക്, ഒരു ആൺകുട്ടിക്ക്. തും സേബ് ലേ ഗയി ദി, ആപ്പിൾ കൊടുത്ത ആ ആൺകുട്ടി. ക്യാ ഉസ് ലഡ്ക്കേക്ക് ആഖിരി ശബ്ദ്, ആ ആൺകുട്ടിയുടെ അവസാനത്തെ വാക്കുകൾ. തും മേരി പരി ലഡ്കി ഹോ, നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണ്, അങ്ങനെ ആയിരുന്നോ എന്ന് റോമയോട് ഹർമൻ ചോദിക്കുകയാണ്. റോമ, നീ ആപ്പിൾ കൊടുത്തിരുന്ന ആ ആൺകുട്ടിയുടെ അവസാനത്തെ വാക്കുകൾ നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണ് എന്നായിരുന്നോ? റോമ മുസ്കുരായി, അത് കേട്ടപ്പോൾ റോമ പുഞ്ചിരിച്ചു. ജൈസേ ഹി മേനെ ഉസ്കി ആംഖോ മേ ദേഖാ മുझे ഏക് ആംസു ദിഖായി ദിയ. ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഒരു കണ്ണുനീർ കണ്ടു. അന്ന് നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ സമയത്ത് അവളുടെ കണ്ണിൽ ഒരു കണ്ണുനീർ കണ്ടിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇപ്പോഴും ഹർമൻ എന്താണ് കണ്ടത്? റോമയുടെ കണ്ണിൽ കണ്ണുനീർ കണ്ടു. തും മേരി പരി ലഡ്കി ഹോ, നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണ്. മേനെ റോമാസെ ധീരേസെ കഹ, ഞാൻ റോമയോട് പതുക്കെ പറഞ്ഞു. ആർ മേ തുമാര ലഡ്കാ ഹോം, ഞാൻ നിന്റെ ആൺകുട്ടിയാണ്, ഞാൻ അന്നത്തെ ആൺകുട്ടിയാണ് എന്ന് പറയാണ്. നീ എൻ്റെ മാലാഖ പെൺകുട്ടിയാണ്, ഞാൻ നിന്റെ ആ ആൺകുട്ടിയാണ് എന്ന് ഹർമൻ പറയുന്നു. അതോടുകൂടി നമ്മുടെ ഈ കഹാനി അവസാനിക്കുകയാണ്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഹിന്ദി വിന്നറിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ എടുത്തിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.